Headquarters. Thanks very much. சொல்கிறேன், அவங்களுக்கு ரொம்ப எதிராக நான் பேசியிருக்கேன், ரொம்ப கடுமையாக அவங்களை விமர்சிச்சிருக்கேன். ஆனால் போக போக நாட்டுக்கு எது நல்லதுன்னா புரியுது. ஒரு கட்சி தன் உள்குள்ளே இருக்கிற தலைமையே கட்டுப்பிடிக்க முடியலன்னா இந்த நாடு எப்படி காப்பாற்றுவாங்க? I am completely at service to Bharatiya Janata Party, and I promise to do my best at the responsibilities that will be given to me, and I'll do my best to make sure that my state, Tamil Nadu. നമസ്കാരം. തമിഴ്നാട്ടിലെ ജനപ്രിയ താരം ഖുശ്ബു ബി.ജെ.പിയിൽ ചേർന്നു. കോൺഗ്രസിന്റെ ദേശീയ വക്താവായിരിക്കെയാണ് നടിയുടെ ഈ ചുവടുമാറ്റം. രാവിലെ രാജി, ഉച്ചയ്ക്ക് ബി.ജെ.പിയിൽ. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഖുശ്ബുവിന്റെ സാന്നിധ്യം ബി.ജെ.പിക്ക് എന്തു മാറ്റം കൊണ്ടുവരും? ദ്രാവിഡ രാഷ്ട്രീയ ഭൂമിയിൽ ഖുശ്ബു ബി.ജെ.പിക്ക് പിടിവള്ളിയാകുമോ? തുടർച്ചയായി നേതാക്കൾ, അതും ജനപ്രിയരായവർ, കോൺഗ്രസിനെ കൈവിടുന്നത് എന്തുകൊണ്ടാണ്? പ്രൈം ഡിബേറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുന്നു. താമര കുമ്പിളിലെത്തിയ താരം. ബി.ജെ.പി നേതാവ് ശ്രീമതി ഒ.എം. ശാലീന കൊച്ചിയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസും ഈ ചർച്ചയിൽ എന്നോടൊപ്പം ചേരുന്നു. ആദ്യം ശ്രീ അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ്, ഇന്ന് ഈ ഖുശ്ബുവിൻ്റെ ബി.ജെ.പിയിൽ ചേർന്നതിന് ശേഷം AICCയുടെ തമിഴ്നാട് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഗുണ്ടുറാവു പറഞ്ഞു വെച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, ഖുശ്ബുവിൻ്റെ വരവ്, ഖുശ്ബുവിൻ്റെ ബി.ജെ.പിയിലേക്കുള്ള പോക്ക് തമിഴ്നാട്ട് രാഷ്ട്രീയത്തിൽ ഒരു ചലനവും ഉണ്ടാക്കില്ല. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് യാതൊരു ഗുണവും ചെയ്യുകയില്ല എന്ന് പറയുമ്പോൾ അത്ര നിസ്സാരമായി തള്ളാവുന്ന ഒരു വിഷയമായി മാത്രമാണോ കോൺഗ്രസ് കാണുന്നത്? ഇവിടെ കോൺഗ്രസിന്റെ സ്പോക്സ് പേഴ്സൺ ആയിരുന്ന ഖുശ്ബു രാജിവെച്ചു പോയി എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞത്. താങ്കൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം, ഇത് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനെ ബാധിക്കുമോ എന്നുള്ളതാണല്ലോ താങ്കളുടെ ചോദ്യം. എനിക്കതിന് പറയാനുള്ളത്, തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, നിരവധി ആളുകൾ പാർട്ടി വിട്ടുപോയിട്ടുണ്ട്. ഖുശ്ബുവിനെ സംബന്ധിച്ച് ഖുശ്ബു DMK-യിലായിരുന്നു നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. DMK-യിൽ നിന്ന് അവർ കോൺഗ്രസിലേക്ക് വരികയും ഇപ്പോൾ BJP-യിലേക്ക് പോവുകയും ചെയ്തു. പ്രധാനമായും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇത് ഏത് രീതിയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ബാധിക്കും എന്നുള്ളതാണെങ്കിൽ ഗുണ്ടുറാവു പറഞ്ഞത് തന്നെയാണ് അതിന്റെ മറുപടി. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വളരെ പ്രഗത്ഭരായ നേതാക്കന്മാർ, മൂപ്പനാരെ പോലെയുള്ള നേതാക്കന്മാർ, അല്ലെങ്കിൽ ചിദംബരത്തെ പോലെയുള്ള നേതാക്കന്മാരൊക്കെ കോൺഗ്രസ് വിട്ടുപോവുകയും പിന്നീട് തിരിച്ച് കോൺഗ്രസിലേക്ക് വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ അവർക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇപ്പൊ മൂപ്പനാര് കോൺഗ്രസ് വിട്ടുപോയപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം നൂറുകണക്കിന് പ്രവർത്തകർ പോയിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹം ഒരു ഹാർഡ് കോർ കോൺഗ്രസിന്റെ നേതാവായിരുന്നു, ശക്തനായ പ്രവർത്തകനായിരുന്നു, നേതാവായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരാള് കോൺഗ്രസ് പാർട്ടി വിട്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാവും. എന്നിട്ട് പോലും വലിയ കാര്യമായ പ്രശ്നമൊന്നും അവിടെ അതുകൊണ്ട് സംഭവിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മുടെ മുൻപിൽ ഇരിക്കുന്നത്. പക്ഷെ അപ്പോഴും ശ്രീമതി മേരി വർഗീസ്, അന്ന് ഈ പറഞ്ഞ ആളുകളൊക്കെ വിട്ടുപോയ സമയത്ത് കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രബല ശക്തിയായിരുന്നു. ഇന്ന് കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. പല സംസ്ഥാനങ്ങളിലും ശക്തി ക്ഷയിക്കുന്നു, നേതാക്കൾ പലരും പാർട്ടി വിട്ടു പോകുന്നു, ഉള്ളവരെ തന്നെ കൂടെ നിർത്തുന്നതിൽ നേതൃത്വം പരാജയപ്പെടുന്നു. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ UP വിഷയത്തിൽ, ഹത്രാസ് വിഷയത്തിലൊക്കെ ഒരുപാട് സമരങ്ങൾ നടത്തി ഏതാണ്ട് കോൺഗ്രസ് പല കാര്യങ്ങളിലും പ്രതിരോധം തീർക്കുന്നു എന്ന ഘട്ടം വരുമ്പോഴാണ് ഖുശ്ബുവിനെ പോലെയുള്ള, എന്തൊക്കെ പറഞ്ഞാലും തമിഴ്നാട്ടിലെ ഒരു ജനപ്രിയയായ ഒരു സിനിമാ താരം അവർ പാർട്ടി വിടുന്നത് എന്നത് അത്ര നിസ്സാരമായി ആ പാർട്ടിക്ക് തള്ളിക്കളയാൻ ഒന്നാണെന്നാണ് ചോദ്യം. അതെ രഞ്ജിത്ത്, അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. കാരണം ഖുശ്ബു തീർച്ചയായിട്ടും ജനപ്രിയയായ ഒരു സിനിമാ താരമാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷെ അവർ പാർട്ടിയിലേക്ക് വന്നത് ഒറ്റയ്ക്കാണ്. അവർ പാർട്ടിയിൽ നിന്ന് പോകുന്നതും ഒറ്റയ്ക്ക് തന്നെയാണ്. അല്ലാതെ ഒരാളെ പോലും കൂടെ കൂട്ടാനുള്ള ഒരു രാഷ്ട്രീയ അടിത്തറ ഖുശ്ബുവിനെ സംബന്ധിച്ചില്ല. ഇത്തരത്തിലുള്ള ആളുകൾ ഓരോ പാർട്ടിയിലേക്ക് വരികയും പോവുകയും ചെയ്യുന്നതിനെ നമ്മൾ ജനറലൈസ് ചെയ്ത് കാണേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്കിവിടെ പ്രധാനമായിട്ട് പറയാനുണ്ട്. കാരണം രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇവരൊക്കെ പാർട്ടി വിട്ടുപോകുന്നത്.
ഒന്നെന്താണ്, BJP കഴിഞ്ഞ കുറെ കാലമായിട്ട് അനുവർത്തിച്ചു വരുന്ന ഭീഷണിയുടെ രാഷ്ട്രീയമുണ്ട്. അത് കോൺഗ്രസിന്റെ പല പ്രമുഖ നേതാക്കന്മാർക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. ED കൊണ്ട് അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ കൊണ്ട്, ഏജൻസികളെ കൊണ്ടൊക്കെ അന്വേഷണങ്ങൾ, അത്തരത്തിലുള്ള ഭീഷണികൾ അതൊക്കെ DK ശിവകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അഭിമുഖീകരിച്ചതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പവർ പൊളിറ്റിക്സിൽ കാണിച്ച് അധികാരത്തിന്റെ അപ്പകഷ്ണം കാണിച്ചുകൊണ്ട് ആനയിക്കുന്ന അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ ഖുശ്ബുവിനെ സംബന്ധിച്ച് അവരെഴുതിയ രാജിക്കത്തിലൂടെ നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അവർ പറയുന്നത് അവർക്ക് കോൺഗ്രസ് പാർട്ടിയോടും ശ്രീമതി സോണിയാഗാന്ധിയോടും നന്ദിയുണ്ട് ഇത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. പക്ഷേ ആരോ അവരെ ഡിക്റ്റേറ്റ് ചെയ്തു ചില കാര്യങ്ങളിലൊക്കെ, അതവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വളരെ ബാലിശമായ ഒരു റീസൺ മാത്രം, എന്തെങ്കിലും ഒരു റീസൺ എഴുതണം എന്നുള്ളത് കൊണ്ട് അവർ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായ യാതൊരു കാരണവുമില്ല. ആശയപരമായും യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അടിയുറ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒന്നുമല്ല ഖുശ്ബു പാർട്ടിയിലേക്ക് വന്നതും പോകുന്നതും ഒന്നും. അവരെ സംബന്ധിച്ച് വ്യക്തിപരമായ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ താങ്കൾ ശ്രീ ദിനേശ് ഗുണ്ടറാവിന്റെ കാര്യം സൂചിപ്പിച്ചുവല്ലോ. അവിടെ അദ്ദേഹം ഉൾപ്പെടെയുള്ള മറ്റു പല നേതാക്കന്മാരും പറഞ്ഞു കേട്ട ചില ഇൻഫർമേഷൻസ് ഇപ്പോൾ അന്തരീക്ഷത്തിലുണ്ട്. എന്താണത്? ഈ ഖുശ്ബുവിന്റെ ഭർത്താവിനുണ്ടായ ചില സാമ്പത്തിക ക്രൈസിസ് അത് പരിഹരിക്കാമെന്ന് BJPയുടെ നേതൃത്വം പറഞ്ഞു എന്നുള്ളതാണ്. അത് വരും ദിവസങ്ങളിൽ ഇനിയും നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ചില ബാലിശമായ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് BJPയിലേക്ക് പോയി എന്നുള്ളതാണ് ഈ മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഇത് 40-ലധികം വർഷമായിട്ട് അധികാരമില്ലാത്ത തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പോഴും അടിയുറച്ചു നിൽക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനും യാതൊന്നും സംഭവിക്കില്ല, കോൺഗ്രസിന്റെ അടിത്തറയ്ക്ക് യാതൊരു മാറ്റവും തമിഴ്നാട്ടിൽ ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീമതി OM ശാലീന, അതായത് നരേന്ദ്രമോദിക്കെതിരെ ദക്ഷിണേന്ത്യയിൽ ഒരുപക്ഷെ ഇത്രയും അധികം വിമർശനം നടത്തിയ ഒരു കോൺഗ്രസ്സുകാരി ഉണ്ടാകില്ല. ഖുശ്ബു ദേശീയ വക്താവായിരിക്കുന്ന സമയത്ത് വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നവരാണ് BJPക്കാരെന്നും അതുപോലെ തന്നെ അത്തരത്തിലുള്ള വലിയ ഒരുപാട് കളിയാക്കലുകൾ BJPക്കെതിരെ നടത്തിയ ഒരു ആൾ കൂടിയാണ് ഖുശ്ബു. അതൊന്നും ആരും അത്ര പെട്ടെന്ന് മറക്കില്ല. തമിഴ്നാട്ടിലെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പ്രചാരണവുമാണ് ഇവരുടെ നേരത്തെയുള്ള ട്വീറ്റുകളും മറ്റും. ഏറ്റവും ഒടുവിൽ കർഷക ബില്ലിനെതിരെ പോലും രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ് അവർ ഷെയർ ചെയ്യുകയും എതിർത്ത് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു നേതാവാണ് ഇപ്പോൾ BJPയിലേക്ക് എത്തുന്നത്. കോൺഗ്രസ് ഇപ്പോൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് പോലെ യാതൊരു ചലനവും ഉണ്ടാക്കാതെ ഉള്ള ഒരു വരവായിരിക്കുമോ ഖുശ്ബുവിൻ്റേത് BJPയിലേക്ക്? ഖുശ്ബുവിനെ പോലെ ഇത്രയും പ്രശസ്തയായിട്ടുള്ള ഒരു സിനിമാ നടി കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി അവർ സജീവമായി തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തിലുണ്ട്. അതുകൊണ്ട് തീരെ ചെറുതാണ് അവരുടെ തമിഴ്നാട്ടിലെ സ്ഥാനം എന്ന് നമുക്ക് വിലയിരുത്തിക്കൂടാ. ഇപ്പം താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സജീവമായിട്ട് പല വിഷയങ്ങളിലും ഇടപെട്ടിരുന്ന ഖുശ്ബുവിൻ്റെ ട്വീറ്റുകൾ പലരും ഷെയർ ചെയ്തിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിൽ ട്വീറ്റ് ചെയ്യുന്ന ട്വീറ്റുകൾ ആരെങ്കിലും റീട്വീറ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റേതായിട്ടൊരു പ്രാധാന്യം രാഷ്ട്രീയത്തിൽ ജനങ്ങൾ അല്ലെങ്കിൽ അവരുടെ അണികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒരു നേതാവ് പോകുന്നതോടൊപ്പം അവരുടെ അണികൾ പോകുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാനുള്ള സമയം ഇതല്ലല്ലോ. ആ സമയം വരുമ്പോൾ ഒരുപക്ഷെ എന്താണ് ഖുശ്ബുവിൻ്റെ ഒരു സ്വാധീനം എന്ന് നമുക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും. 2014 DMK വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറുമ്പോൾ DMK മോശം കക്ഷിയായിരുന്നില്ല തമിഴ്നാട്ടിൽ. ഇന്നും തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷി എന്ന് പറയുന്നത് 97 സീറ്റുള്ള പ്രതിപക്ഷ കക്ഷി DMK തന്നെയാണ്. കോൺഗ്രസിന് വെറും 7 സീറ്റുകളാണുള്ളത്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേക്കേറാൻ ഖുശ്ബു തീരുമാനിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് തമിഴ്നാട്ടിൽ വരാനുള്ള ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ ചുവടുവെപ്പായിട്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി കാണുന്നത്. അതുകൊണ്ട് ഖുശ്ബുവിന്റെ ഈ ഒരു തീരുമാനത്തെ വളരെയധികം സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസിന്റെ അനുയായികളിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാവരും അല്ലെങ്കിൽ വിട്ടുപോയത് പറഞ്ഞോളൂ തുടരാം. കോൺഗ്രസിന്റെ നേതാക്കന്മാർ വിട്ടുപോയ ആളുകളുടെ ഒരു പേരുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ജ്യോതിരാദിത്യ സിന്ധ്യ ജനറൽ സെക്രട്ടറി ആയിരുന്നു. എത്രയോ കാലം കോൺഗ്രസിന്റെ തന്നെ MP ആയി അല്ലെങ്കിൽ അച്ഛൻ മുതൽ അദ്ദേഹം കോൺഗ്രസിനോടൊപ്പം നിന്ന് രാഹുൽ ഗാന്ധിയോടൊപ്പം നിന്ന് എങ്ങനെയാണ് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ആ പാർട്ടി വിട്ട് BJPയിലേക്ക് ചേക്കേറേണ്ടി വന്നത്? അവിടെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ട് BJP സഹായിക്കാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഈ സമയത്ത് പറയുന്നത് അത് ബാലിശമാണ്. കാരണം ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലെയുള്ള നേതാക്കന്മാരെ പോലും അവർക്ക് വേണ്ട ഒരു അക്കോമഡേഷൻ പാർട്ടിയിൽ കൊടുക്കാൻ സാധിക്കാതെ വന്ന ഒരു രാഷ്ട്രീയ ദാരിദ്ര്യം
ഇന്ന് കോൺഗ്രസിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം. 23 നേതാക്കന്മാർ സോണിയാഗാന്ധിക്ക് കത്തെഴുതിയപ്പോൾ പിന്നീട് വന്ന് പുനഃസംഘടനയിൽ അവിടെ എന്താ സംഭവിച്ചത് നമുക്കറിയാം. 2014 തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം 4 സംസ്ഥാന അധ്യക്ഷന്മാർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ടായിരുന്നു. സ്വയം രാഹുൽ ഗാന്ധി തന്നെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് നാഥനില്ലാത്ത ഒരവസ്ഥയിൽ കോൺഗ്രസ് ഒരുപാട് കാലം പോയി. ഇപ്പോഴും കോൺഗ്രസിന്റെ നേതാവ് അല്ലെങ്കിൽ ദേശീയ നേതാവ് എന്ന് പറയുന്നത് എഡ്ഹോക്ക് ആണ്, ടെമ്പററി പ്രസിഡന്റ് ആണ്. ഇപ്പൊ പെർമനന്റ് ആയിട്ട് പ്രസിഡന്റ് പോലും ഇപ്പോഴും കോൺഗ്രസിനില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുറെ പാർട്ടിപരമായ കാര്യങ്ങൾ കോൺഗ്രസിനുണ്ട്. അതുകൂടാതെ വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് ഖുശ്ബു ആ കത്തിൽ പറഞ്ഞിട്ടുള്ളത്. സോണിയാഗാന്ധിയെ പോകുന്നവരെല്ലാം ഈ ആര് വരാൻ തയ്യാറായാലും അവരെയെല്ലാം പാർട്ടിയിലേക്ക് എടുക്കുക എന്ന ഒരു നയം, അത് ഇപ്പോൾ കേരളത്തിൽ അബ്ദുള്ളക്കുട്ടി വന്നു. അബ്ദുള്ളക്കുട്ടി ഒരു സുപ്രഭാതത്തിൽ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായി മാറുന്നു. അതിലുള്ള മുറുമുറുപ്പ് ഇതുവരെ സംസ്ഥാന ഘടകത്തിൽ മാറിയിട്ടില്ല. പലതരത്തിലുള്ള പരസ്യ പ്രസ്താവനകൾ പോലും എനിക്ക് തോന്നുന്നു ഒരു തരത്തിൽ വന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഈ പാർട്ടിയിലുള്ളവർക്ക് ആ പരിഗണന, നേരത്തെ വർഷങ്ങളായി പ്രവർത്തിക്കുന്നവർക്ക് ആ പരിഗണന നൽകാതെ ഇങ്ങനെ വന്നു കയറുന്നവർക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു നീക്കം, അത് ഏത് തരത്തിൽ ഗുണം ചെയ്യുമെന്നാണ്? അതെങ്ങനെ നേരത്തെ പാർട്ടിക്ക് വേണ്ടി ചോരയും വിയർപ്പുമൊക്കെ ഒഴുക്കുന്ന ആളുകൾക്ക് ഏത് തരത്തിൽ അത് അംഗീകരിക്കാനാകുമെന്നാണ്? ഖുശ്ബുവിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ തമിഴ് രാഷ്ട്രീയത്തിൽ അവർക്കുള്ള പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അവരെന്ന പ്രാഥമിക മെമ്പർഷിപ്പാണ് പാർട്ടിയിൽ എടുത്തിരിക്കുന്നത്. അവർക്ക് ഏത് സ്ഥാനം കൊടുക്കണമെന്ന് ഇനി വരും ദിവസങ്ങളിൽ ദേശീയ നേതൃത്വം തീരുമാനിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള സ്പെക്യുലേഷൻസ് നമുക്ക് എന്തായാലും ഇപ്പം പ്രത്യേകിച്ചൊന്നും നമുക്ക് നടത്താൻ സാധിക്കില്ല. പാർട്ടിയുടെ ദേശീയ നേതൃത്വം അല്ലെങ്കിൽ ആ കമ്മിറ്റി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം ആ കമ്മിറ്റിയിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ഇപ്പം എനിക്ക് ഒന്നും പറയാൻ സാധിക്കില്ല. ഇനി തമിഴ്നാട് രാഷ്ട്രീയത്തിലാണ് അവർക്ക് സ്ഥാനം കൊടുക്കേണ്ടതെന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസൃതമായിട്ടുള്ള ഒരു സ്ഥാനം അവർക്ക് കൊടുക്കുക തന്നെ ചെയ്യും. കാരണം തമിഴ്നാട്ടിൽ ഖുശ്ബുവിന്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഖുശ്ബുവിന്റെ ഒരു വ്യക്തിത്വത്തിന് എന്തുമാത്രം സ്വാധീനമുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു താരം എന്നുള്ള നിലയിൽ മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വളരെ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ കൂടി ഖുശ്ബുവിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അതിനനുസരിച്ച് തന്നെ ഒരു പാർട്ടി സ്ഥാനം നൽകും. പക്ഷെ എന്നു കരുതി ഇത്രയും കാലം പ്രവർത്തിച്ച ആളുകൾ എല്ലാവരും പാർട്ടി വിട്ടുപോകും എന്നുള്ള പ്രതീക്ഷയൊന്നും ആരും വെച്ചു പുലർത്തേണ്ട. കാരണം ഇത് സ്വാഭാവികമാണ്. ഒരു വളർന്നു വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്കും ഇന്ന് ഭാരതത്തിൽ ഏറ്റവും അധികം പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്കും ഭാരതീയ ജനതാ പാർട്ടിയിൽ ഒരുപാട് ആളുകൾ ചേക്കേറുന്നുണ്ട്. അത് ഒരുപക്ഷെ മറ്റു പാർട്ടിയിൽ നിന്നുള്ള വലിയ പ്രമുഖരായിട്ടുള്ള നേതാക്കളാകാം, അതല്ലാതെ ഇരിക്കാം. ഇപ്പൊ ഖുശ്ബുവിന്റെ കാര്യം തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുന്ന ആദ്യത്തെ വക്താവല്ല, 3ാമത്തെ വക്താവാണ്, ദേശീയ വക്താവാണ് ഖുശ്ബു. ഇതിനു മുമ്പ് പ്രിയങ്ക ചതുർവേദി വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ടോം വടക്കൻ വിട്ടുപോയി. ടോം വടക്കൻ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേർന്നപ്പോൾ പ്രിയങ്ക ചതുർവേദി ശിവസേനയോടൊപ്പമാണ് ചേർന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളാണ് അവർ പറഞ്ഞത്. എനിക്ക് ഞാൻ സ്വയം അപകടപ്പെടുത്തി മാത്രമേ ഇനി കോൺഗ്രസിൽ തുടരാൻ സാധിക്കുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വിട്ടുപോകുന്നത് എന്നാണ് അന്ന് പ്രിയങ്ക ചതുർവേദി പറഞ്ഞത്. പക്ഷേ അത്തരത്തിലുള്ള വിട്ടുപോകലിൽ നിന്നൊന്നും തന്നെ പാഠം പഠിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഖുശ്ബുവിന്റെ ഇന്നത്തെ ആ കത്ത് സൂചിപ്പിക്കുന്നത്. തീർച്ചയായും അത് വളരെ പ്രസക്തമായ കാര്യമാണ്. ശ്രീമതി അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ്, അതായത് എന്തായാലും BJP പരീക്ഷിക്കുന്നത് പ്രായോഗിക രാഷ്ട്രീയമാണ്. തമിഴ്നാട്ടിലെ കാര്യം നമുക്കറിയാം, ഒട്ടും കാര്യമായ പേരില്ലാത്തൊരു സ്ഥലമാണ്. അവിടെ അവർ എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. നേരത്തെയുള്ള സംസ്ഥാന അധ്യക്ഷയെ ഗവർണറാക്കി മാറ്റുന്നു, അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. മറ്റൊരു പുതുമുഖത്തെ അവിടെ കൊണ്ടുവരുന്നു. അത്തരത്തിൽ പാർട്ടിക്ക് ഉണർവുണ്ടാകുന്നു. ഇപ്പോൾ കൂടുതൽ സിനിമാ താരങ്ങൾ BJPയിലേക്ക് എത്തും എന്ന വാർത്ത പുറത്തു വരുന്നു. ഏതായാലും ഖുശ്ബുവിനെ കൊണ്ടുവന്നത് BJPക്ക് എന്തായാലും ദോഷമൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഈ പറഞ്ഞതുപോലെ വോട്ട് ഷെയറിൽ വർധന ഉണ്ടാക്കുകയുള്ളൂ സ്വാഭാവികമായും. BJP ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ വെച്ചിട്ട് മറ്റു പല സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ പാർട്ടി വളർത്തുന്നു. പലതരത്തിലുള്ള ശ്രമങ്ങളിലൂടെ പ്രായോഗികമായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. പക്ഷേ അവിടെ കോൺഗ്രസിന് സംഭവിക്കുന്നത് എന്താണ്? ഇത് ഒന്നും അറിഞ്ഞില്ല, ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ഞങ്ങൾക്ക് വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇതത്ര പ്രധാനപ്പെട്ട കാര്യമല്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കൈ കഴുകി മാറി നിൽക്കുന്നതല്ലാതെ ഇത്തരം വിഷയങ്ങളിൽ ഒരു പ്രായോഗികമായ ഇടപെടൽ ആ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ലല്ലോ. രഞ്ജിത്ത് പറയുന്നത് പോലെയുള്ള ഒരു വലിയ പ്രശ്നമായിട്ട് ഇതിനെ കാണേണ്ടതായിട്ടില്ല. കാരണം ഇപ്പോൾ തമിഴ്നാട്ടില് കഴിഞ്ഞ 40 വർഷത്തിൽ പരം കാലമായിട്ട് അവിടെ അധികാരത്തിലല്ല കോൺഗ്രസ്. അധികാരത്തിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ച അതാണ്. അപ്പൊ അധികാരത്തിൽ ഇരിക്കാതിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇത്രയും കാലം, അതിൽ ഇപ്പോഴും ശക്തമായിട്ട് ആളുകൾ ഉണ്ട്, നേതാക്കന്മാരുണ്ട്. അതിന്റെ അർത്ഥം തമിഴ്നാട്ടിലെ കോൺഗ്രസിന്റെ അടിത്തറ വളരെ ഭദ്രമാണെന്ന് തന്നെയാണ്. അധികാരമില്ലാതെ എത്ര ആളുകൾ എത്ര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിൽക്കും എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായ ചോദ്യം. അതുകൊണ്ട് തമിഴ്നാട്ടിലെ കോൺഗ്രസ് എത്ര പേരാണോ ഉള്ളത്, അത് എത്ര ശതമാനമായാലും ഉള്ളത് വളരെ അടിത്തറയുള്ളതും വളരെ ശക്തവുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ
ഖുശ്ബുവിനെ സംബന്ധിച്ച് അവർക്ക് അവിടെ നിൽക്കാൻ, അവർക്ക് പുതിയ മേച്ചിൽപ്പുറത്ത് പോവാൻ, അല്ലെങ്കിൽ അവർക്ക് പുതിയ എന്തെങ്കിലും അവരുടെ അജണ്ടാസ് ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ് അവര് പാർട്ടി വിട്ടുപോയിരിക്കുന്നത്. പിന്നെ പാർട്ടി വിട്ടുപോയിരിക്കുന്നത് ഇപ്പൊ ഇവിടെ മധ്യപ്രദേശിലെ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ കാര്യം പറഞ്ഞു. ജ്യോതിരാദിത്യ സിന്ധ്യ ഏറ്റവും അധികം പോസ്റ്റുകൾ, ഏറ്റവും അധികം അക്കോമഡേഷനുകൾ കൊടുത്ത് ഏറ്റവും നല്ല രീതിയിൽ ഗാന്ധി കുടുംബത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുകയും അതുപോലെ MP-യും പിന്നെ കേന്ദ്രമന്ത്രിയും ഏതെങ്കിലും ഒരു അധികാരം, ഏതെങ്കിലും അവർ ഉദ്ദേശിക്കുന്ന ഒരു പിന്നെ പോസ്റ്റ് കിട്ടിയില്ല എന്നുള്ള കാരണം കൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനം വിട്ടുപോകുന്നവർ, അവർ പോകട്ടെ എന്ന് മാത്രമേ നമുക്ക് കരുതാൻ കഴിയുള്ളൂ. ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ അവരുടെ രാഷ്ട്രീയ അടിത്തറ അല്ലെങ്കിൽ ആശയപരമായ അവരുടെ സംഘടനാപരമായ അവരുടെ അടിത്തറ അത്ര നല്ലതല്ല എന്ന് മാത്രമേ നമുക്ക് ഇവിടെ പറയാൻ കഴിയുള്ളൂ. ഇവിടെ ഖുശ്ബുവിനെ പോലെ ഉള്ളവർ BJP-യിലേക്ക് പോകുമ്പോൾ ശരിക്കു പറഞ്ഞാൽ എന്താണ് BJP-യിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നൊന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ അവരൊരു പക്ഷേ ഈ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോവുകയില്ല. ഇപ്പൊ കേരളത്തിലെ കാര്യം തന്നെ എടുക്കാം. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ, ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ പ്രമുഖയായ ഒരു നേതാവ് BJP-ക്ക് ഉണ്ടായിരുന്നു. കുറെ കാലമായിട്ട് നമ്മള് ലൈം ലൈറ്റിലൊന്നും ശ്രീമതി ശോഭാ സുരേന്ദ്രനെ കാണുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ BJP-യിൽ ഉണ്ടായ ഉൾപാർട്ടി പോരുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രനെ പോലെ ഇതിന്റെ വർഷങ്ങളോളം നിന്ന ഒരാൾക്ക് പോലും യാതൊരു രീതിയിലുള്ള അക്കോമഡേഷനും കൊടുക്കാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്കാണ് ഇപ്പോൾ ഖുശ്ബു ചെന്ന് പെട്ടിരിക്കുന്നത്. ഇനി അവരുടെ ഭാവി എങ്ങനെയാണെന്നുള്ളത് അവര് നോക്കട്ടെ. കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം വിട്ടുപോയത് കൊണ്ട് ഒരു തരത്തിലും തമിഴ്നാടിനെ സംബന്ധിച്ച് ബാധിക്കുമെന്ന് തോന്നില്ല. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ദീപ്തി, ഈ പ്രശ്നങ്ങൾ, അതായത് ഈ ഓരോരുത്തർ പൊഴിഞ്ഞു പോകുമ്പോഴും ഖുശ്ബു നേരത്തെ പറഞ്ഞതുപോലെ ഖുശ്ബു അത്ര നിസ്സാരക്കാരിയായ ഒരു സ്ത്രീയല്ല. അവർക്ക് അവിടെ അമ്പലം പോലും ജനങ്ങൾ പണിഞ്ഞ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അവർ ഒപ്പമുണ്ടെങ്കിൽ കുറച്ച് വോട്ടുകൾ കൂടുതൽ കിട്ടുമേ ഉള്ളൂ, കുറയുകയൊന്നുമില്ല. ഇപ്പോൾ കോൺഗ്രസിന് ഈ പറഞ്ഞ പോലെ വലിയ ബേസും തമിഴ്നാട്ടിലില്ലതാനും ദ്രാവിഡ രാഷ്ട്രീയത്തിൽ DMK-ക്കൊപ്പം ചേർന്നുള്ള ചില സീറ്റ് നേട്ടങ്ങൾ മാത്രം സംഭവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇതെല്ലാവരും അങ്ങ് പോയിക്കോട്ടെ, ഈ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുന്നതിന് പകരം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾ, അവരെ വിളിച്ച് ചർച്ച ചെയ്യുകയോ എന്താണ് അവരുടെ വിഷയമെന്ന് മനസ്സിലാക്കുകയോ അവർക്ക് വേണ്ട പരിഗണന നൽകുകയോ ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യേണ്ട നേതൃത്വം മൗനം പാലിക്കുന്നു. അതാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ രഞ്ജിത്ത്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഖുശ്ബുവിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള യാതൊരു ചർച്ചകൾക്കുള്ള സാഹചര്യമോ അത്തരത്തിൽ അവർ പരാതി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് തീരുമാനിക്കുകയാണ്, ആരും അറിയുന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു സെപ്പറേറ്റ് അജണ്ടയാണുള്ളത്. താങ്കൾ പറഞ്ഞതുപോലെ ഇവിടെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി വരികയും വലിയ എന്തെങ്കിലും അടിസ്ഥാനപരമായ പ്രശ്നം ഉണ്ടായ സാഹചര്യത്തിലാണെങ്കിൽ ചർച്ചയിലൂടെയൊക്കെ അങ്ങനെയൊക്കെ മുൻപോട്ട് പോകുമായിരുന്നു. അങ്ങനെയുള്ള യാതൊരു സാഹചര്യവും ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഇവിടെ അവരെ സംബന്ധിച്ച് അവർക്കോ അവരുടെ ഭർത്താവിനോ ഉള്ള അവരുടെ പേഴ്സണൽ അജണ്ട, അതിനെ സാധൂകരിക്കാൻ വേണ്ടി BJP മുൻപോട്ട് വെച്ച എന്തോ അട്രാക്ഷൻസ്, അതിന്റെ പുറകെ അവർ പോയി എന്നതിൽ അവിടെ യാതൊന്നും സംഭവിച്ചിട്ടില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കോൺഗ്രസിന്റെ ശക്തരായ നേതാക്കന്മാർ ആരാണ് പാർട്ടി വിട്ടു പോയിട്ടുള്ളത്? ഇപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ കാര്യം പറഞ്ഞു. അദ്ദേഹം പോലും അദ്ദേഹത്തിന് ഒരു അധികാരസ്ഥാനം ലഭിച്ചില്ല എന്ന പേരിലാണ് പോയിരിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ DK ശിവകുമാർ ഏതെല്ലാം രീതിയിൽ BJP ദ്രോഹിക്കാൻ നോക്കി, പിന്നെ അദ്ദേഹത്തെ കാരാഗൃഹത്തിലാക്കുന്നു, അദ്ദേഹത്തിനെതിരെ അന്വേഷണങ്ങൾ വരുന്നു, എന്നിട്ട് അദ്ദേഹം പോയില്ലല്ലോ. അപ്പോൾ അടിത്തറയുള്ള ഒരു കോൺഗ്രസ് നേതാവും പാർട്ടി വിട്ടു പോകുന്നില്ല. ഇത്തരത്തിൽ ഇപ്പോൾ അബ്ദുള്ള കുട്ടി ഇപ്പോൾ മയ്യത്ത് നമസ്കാരം ചെയ്യാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞിട്ട് CPM എന്ന പ്രസ്ഥാനം വിട്ടുപോയ വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്ന BJP-യാണ്. BJP-യുടെ അജണ്ട എന്താണ്? ന്യൂനപക്ഷത്തിനെതിരെ ഇത്രയും ക്രൂരമായ നടപടികൾ സ്വീകരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ CAA എന്ന നിയമം കൊണ്ടുവന്നത്, അതുപോലെ തന്നെ രാജ്യം മുഴുവൻ ന്യൂനപക്ഷങ്ങളെ അതിക്രൂരമായി ദ്രോഹിക്കുന്ന അജണ്ടയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അബ്ദുള്ള കുട്ടി നിൽക്കുന്നു. അബ്ദുള്ള കുട്ടിയുടെ പേര് മാത്രമാണ് BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടത്. അല്ലാതെ ന്യൂനപക്ഷത്തിന്റെ നേരെയുള്ള ആശയപരമായ അല്ലെങ്കിൽ അവർക്ക് ന്യൂനപക്ഷത്തിന് വേണ്ടി എന്ത് നിലപാടാണ് BJP എടുത്തത് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അബ്ദുള്ള കുട്ടിയെ പോലെ ഉള്ളവരെ അവരുടെ നാമം മാത്രം, അതിന്റെ മാത്രം ഇമ്പോർട്ടൻസ് ആണ്, അവരുടെ പേര് മാത്രമാണ് BJP-ക്ക് വേണ്ടത്. ശ്രീമതി OM ശാലീന, ഇവിടെ ഉയരുന്ന ഒരു ആക്ഷേപം, അതായത് ഈ സ്വാധീനങ്ങളുടെ പുറത്ത്, ചില ഭീഷണികളുടെ പുറത്ത് പദവികൾ വാഗ്ദാനം ചെയ്ത് അതെല്ലാത്തിനും സാധിക്കും. കാരണം രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്, കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാരത്തിലുണ്ട്. ആ തരത്തിൽ മറ്റു പാർട്ടികളെ, രാഷ്ട്രീയ പാർട്ടികളെ, പ്രത്യേകിച്ചും കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനെന്തു മാർഗവും സ്വീകരിക്കുന്നു BJP എന്നുള്ളതാണ് ആക്ഷേപം.
നോക്കൂ, ആ ആക്ഷേപത്തിന് യാതൊരു അടിത്തറയുമില്ല. കാരണം തമിഴ്നാട്ടിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇപ്പോൾ നമുക്ക് രാജ്യസഭയിലായാലും ലോക്സഭയിലായാലും നിയമസഭയിലായാലും അംഗങ്ങളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അവിടെ സജീവ രാഷ്ട്രീയത്തിൽ ഇലക്ഷൻ ജയിച്ച് വരിക എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യം തന്നെയാണ്. അതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ അതിൽ പാർട്ടിയിലേക്ക് ചേർക്കാൻ, അത് ഖുശ്ബുവിനെ മാത്രമല്ല സ്വാധീനമുള്ള ആളുകളെ എല്ലാവരെയും തന്നെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേർക്കാനും അതുവഴി തമിഴ്നാട്ട് രാഷ്ട്രീയത്തിൽ ഞങ്ങളുടേതായിട്ടുള്ള ഒരു വലിയ സ്ഥാനത്തിലേക്ക് വരാനുള്ള ശ്രമം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്തായാലും ഉണ്ടാവും. അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അത് തെറ്റൊന്നുമല്ല. പക്ഷേ ഖുശ്ബുവിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ ഇന്ന് അവരുടെ രാജിക്കത്തിൽ എഴുതിയിട്ടുണ്ട്. ആ രാജിക്കത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു ശ്രീമതി ദീപ്തി. പക്ഷേ ഈ പറഞ്ഞ ഖുശ്ബു കഴിഞ്ഞ 5-8 മാസമായിട്ട് ഇത്തരത്തിലുള്ള അവർ ചില പ്രതികരണങ്ങൾ ഇത്തരത്തിൽ ചെയ്യുമായിരുന്നെങ്കിലും വളരെ സജീവമായിട്ടുള്ള അവരുടെ രാഷ്ട്രീയ ഇടപെടലുകളിൽ നിന്ന് അവർ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് അവർ പറയുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവരുടെ മിനിമം അവർ പ്രതികരിക്കാതെ എങ്കിലും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഫോറങ്ങളിൽ അവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഖുശ്ബുവിന്റെ ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അബ്ദുള്ള കുട്ടിയുടെ ഒരു പേര് മാത്രം മതി എന്ന് പറഞ്ഞാൽ അബ്ദുള്ള കുട്ടി മാത്രമല്ല ഭാരതീയ ജനതാ പാർട്ടിയിൽ മുസ്ലിം ആയിട്ടുള്ളത്. മിനിഞ്ഞാന്നാണ് മുത്തലാഖ് വിഷയത്തിൽ ആദ്യമായിട്ട് സുപ്രീം കോടതിയെ സമീപിച്ച ഷൈറ ബാനു ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നത്. അവർ അങ്ങനെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗത്വം എടുത്ത സമയത്ത് അവർ കൃത്യമായിട്ട് തന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു. ഒന്ന്, അവർ പറഞ്ഞത് പ്രോഗ്രസീവായിട്ട് മുസ്ലിം സമുദായത്തിലെ വനിതകളെ അവരുടെ വിദ്യാഭ്യാസം കൊണ്ടുവരണമെന്നും അവർക്ക് സുരക്ഷ കൊണ്ടുവരണമെന്നും തീരുമാനിച്ചിട്ടുള്ള, അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് അവരുടെ ആ പ്രോഗ്രസീവ് പോളിസി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുക്കുന്നത്. പെട്ടെന്ന് അവർ പറഞ്ഞത് ന്യൂനപക്ഷങ്ങൾക്ക് അപ്രാപ്യമായിട്ടുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള ഒരു തോന്നൽ സമൂഹത്തിലുണ്ട്. അത് ഇല്ലാതാക്കാനും കൂടിയാണ് എന്റെ പ്രവർത്തനങ്ങൾ എന്ന് കൃത്യമായിട്ട് ഷൈറ ബാനു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം ഇസ്രത് ജഹാൻ എന്ന് പറയുന്ന ട്രിപ്പിൾ തലാഖിലെ തന്നെ മറ്റൊരു പെറ്റീഷണറായിട്ടുള്ള സ്ത്രീ 2018 ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം വന്നു. അങ്ങനെ പ്രമുഖരായിട്ടുള്ള പല ആളുകളും ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം വരുന്നുണ്ട്. കേവലം കേരളത്തിൽ അബ്ദുള്ള കുട്ടി മാത്രം വന്നത് മാത്രം എടുത്തു പറഞ്ഞ് അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു തുരുപ്പ് ചീട്ടായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുത്ത് അബ്ദുള്ള കുട്ടിയെയും അത്തരത്തിലൊരു പരിഗണന കൊടുക്കേണ്ടതുണ്ട് എന്ന് ദേശീയ നേതൃത്വം തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്ഥാനം ലബ്ധി കൊടുത്തത്. അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ വരും കാലത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നേറ്റത്തിന് സഹായിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതെ, അത് തന്നെയാണ് ദീപ്തി. അതിനുള്ള മറുപടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ല, ഇവിടെ ഖുശ്ബുവിന്റെ കത്തിനെ കുറിച്ച് 2-3 തവണ BJP-യുടെ പ്രതിനിധി പറഞ്ഞു. ഇതിന്റെ അകത്ത് പ്രത്യേകിച്ച് യാതൊരു കാരണങ്ങളും പറയുന്നില്ല. ഇതിന്റെ അകത്ത് പറയുന്ന ഒരൊറ്റ കാരണം, സം പീപ്പിൾ ആർ ഡിക്റ്റേറ്റിംഗ് ടേംസ് ആൻഡ് പീപ്പിൾ ലൈക്ക് മീ ഹു വാണ്ടഡ് ടു വർക്ക് ഇൻ ദ പാർട്ടി സിൻസിയർലി ആർ ബീങ് പുഷ്ഡ് ആൻഡ് സപ്രസ്ഡ് എന്നാണ് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെയുള്ള ഒരു ഇന്റേണൽ ഡെമോക്രസി ഏറ്റവും അധികം ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അങ്ങനെ ഞാൻ പറയാൻ കാരണം ഏറ്റവും അധികം സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കേഡർ സെറ്റപ്പ് ഉള്ള, കംപ്ലീറ്റ്ലി ഒരു കേഡർ സെറ്റപ്പ് ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. വളരെ ജനാധിപത്യ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. ലീഡർഷിപ്പിനെ പോലും പലപ്പോഴും വിമർശിക്കാറുണ്ട്. അത്തരം സ്വാതന്ത്ര്യങ്ങൾ അനുഭവിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞു എന്നതിന്റെ പേരിൽ ഒരു കോൺഗ്രസ് പോലുള്ള ഒരു പ്രസ്ഥാനം വിട്ടുപോകുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ തരമില്ല. ഇത് വളരെ അവിശ്വസനീയമായി അവരെന്തോ ഒരു കാരണം എഴുതണം എന്നുള്ളതുകൊണ്ട് മാത്രം എഴുതിയിരിക്കുകയാണ്. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോ ഇനി എങ്ങനെയാണ്, എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഖുശ്ബു വളരെ ശക്തമായി BJP-ക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരു സ്പോക്സ് പേഴ്സൺ ആയിരുന്നു കോൺഗ്രസിന്റെ. റഫേൽ എഗ്രിമെന്റ് നടന്ന സമയത്ത് ഈ രാജ്യത്തെ ലൂട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് പറഞ്ഞു. അതുപോലുള്ള എല്ലാ വിഷയങ്ങളിലും BJP-ക്ക് എതിരെ വളരെ ശക്തമായി പ്രതികരിച്ചിരുന്ന ഖുശ്ബു ഒരു സുപ്രഭാതത്തിൽ ഇത്തരത്തിൽ ഒരു മാറ്റത്തിന് തയ്യാറായെങ്കിൽ അവർക്ക് ഗതികേട് കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള അതിനെ പരിഹരിക്കാമെന്ന് BJP വാഗ്ദാനം ചെയ്തതുകൊണ്ട് ആ മുതലെടുപ്പിൽ മാത്രമാണ് അവർ വീണുപോയത് എന്നുള്ളത് വേണം. അവസാനമായി എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു, പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം, സമയക്കുറവുണ്ട്. അതെ, ഇതിൽ ഖുശ്ബുവിന്റെ കത്തിൽ പറയുന്നത് ഗ്രൗണ്ട് റിയാലിറ്റിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഇതിന് ഉദാഹരണമായിട്ട് ഞാനൊരു കാര്യം പറയാം. ഉത്തർപ്രദേശിലെ ദിയോറയിൽ കോൺഗ്രസ് യോഗത്തിൽ ഇന്നലെ ഒരു വനിതാ പ്രവർത്തകയ്ക്ക് മർദ്ദനമേറ്റിട്ടുണ്ടായിരുന്നു.
നമുക്കറിയാം ഹസ്രത്ത് വിഷയത്തിൽ കോൺഗ്രസ് എത്രമാത്രം ശക്തമായിട്ടാണ് അവിടെ പ്രതികരിച്ചത് എന്നുള്ളത്. പക്ഷെ അവരുടെ പ്രതികരണങ്ങൾ വെറും കേവലം അപഹാസ്യങ്ങളാണ്, കാണിച്ചുകൂട്ടലാണ് എന്ന് കാണിക്കുന്നതാണ് ഈ കാര്യം. കാരണം വനിതാ പ്രവർത്തകയ്ക്ക് അടികിട്ടാൻ കാരണം അവർ ആ യോഗത്തിൽ ചെന്ന് പറഞ്ഞത് അവിടെ മുകുന്ദ പ്രഭാകർ എന്ന് പറയുന്ന ഒരാളെ, അയാൾ പീഡന കേസിലെ പ്രതിയാണ്, അത്തരത്തിലൊരാളെ അവിടെയുള്ള ബൈ ഇലക്ഷനിൽ സീറ്റ് കൊടുത്തത് ശരിയല്ല എന്ന് പറഞ്ഞ് പ്രതികരിക്കാൻ ചെയ്യുന്ന ഒരു വനിതാ നേതാവിനെയാണ്, ഒരു പ്രവർത്തകയാണ്, കോൺഗ്രസ് പ്രവർത്തകയാണ് അവിടെ മർദ്ദിക്കുന്നതായിട്ട് നമ്മൾ കണ്ടത്. ഇത് തന്നെയാണ് ഖുശ്ബു അവരുടെ കത്തിൽ പറഞ്ഞത്. ഗ്രൗണ്ട് റിയാലിറ്റിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അത് മുഖവിലേക്ക് എടുക്കാതെ ഇത്തരത്തിൽ ചില സ്ഥാനാർത്ഥിത്വങ്ങളെല്ലാം കൊടുക്കുന്നത് തന്നെയാണ് ഇന്ന് കോൺഗ്രസിന് ഈ അപജയത്തിന് കാരണം. ശരി, തീർച്ചയായും സമയക്കുറവുണ്ട്. ശ്രീമതി ഓയം ശാലീന, കാരണം അവസാനിപ്പിക്കാറായി പ്രൈം ഡിബേറ്റ്. ഏതായാലും ഖുശ്ബുവിന്റെ വരവ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ BJPക്ക് എന്ത് ചലനമുണ്ടാക്കും, കോൺഗ്രസിന് അത് വലിയ നഷ്ടം സംഭവിപ്പിക്കും എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നു വന്നത്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.